ഹലോ ഗായ്സ്, ഇന്ന് നമ്മളൊരു 12 മണി 12:30 ടൈമിൽ നമ്മളെ വീട്ടിനടുത്ത് വീട്ടിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു കുരങ്ങന് അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നത് കണ്ടപ്പോൾ ഇങ്ങനെ ഷൂട്ട് ചെയ്തതാണ്. ഇതാ പരപ്പുറത്ത് കയറിയിട്ട് അതിമക്ക് ചാഞ്ഞ് നിൽക്കണ ഒരു പേരക്കന്മാരുണ്ടായിരുന്നു. അതിമേൽ കയറിയിരുന്ന് മൂപ്പര് ഒരു പേരക്കൊക്കെ പൊട്ടിച്ച് അങ്ങനെ അത് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇവൻ്റെ ഒപ്പം ഇനിയും 2 ആളും കൂടി ഉണ്ട്. മൊത്തം 3 പേരാണ് പറവന്നൂർ ഭാഗത്തേക്ക് ചേക്കേറിയിട്ടുള്ളത്. അതിൽ ഒരാളെ നമ്മളെ ക്യാമറയിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിലിപ്പോൾ ഞാനിത് ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ അത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു തെങ്ങിൻ്റെ മേലെ ഇപ്പോൾ 2 ആളുണ്ട്. അതേമാതിരി പാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് തെങ്ങിൻ്റെ പട്ടമ്മൽ. തൊട്ടടുത്തൊരു വീട്ടിൽ പോയിട്ട് കുറേ ഇളനീനോ തേങ്ങയൊക്കെ ഇട്ടിക്കണമെന്ന് ഇളനീനിട്ട് കുടിക്കലും. ഇവിടെ ഇപ്പോൾ ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പേരക്ക മരത്തുമ്പോൾ കയറിയിട്ടുള്ള പേരക്ക കൂടി പൊട്ടിച്ച് തിന്നിക്കണം. ഒരു പപ്പായൻ്റെ ഒരു മരമുണ്ട്, അതിമേ കയറി അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കണം. പക്ഷെ അത് പോക്കാത്തതായത് കാരണം ഒഴിവാക്കി. ഇപ്പോൾ മൊത്തം പരിസരത്തുള്ള മരങ്ങളിലൊക്കെ ഉള്ള പഴങ്ങളൊക്കെ അടിച്ച് സാപ്പിട്ടുള്ള കാലിയേക്കാളുള്ള പരിപാടിയാണ്. 3 ആളാണ് വന്നിട്ടുള്ളത്. ഇതിൽ 2 ആളൊക്കെ നമ്മളെ ക്യാമറയിൽ പെട്ടിട്ടുള്ളൂ. ഇതിലൊന്നേ ഉള്ളൂ. പിന്നെ അപ്പുറത്ത് വേറെ ഒന്നും കൂടി ഉണ്ട്. അത് 2ഉം കൂടി ഒരു സ്ഥലത്തല്ലാത്തതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതാണ്. ഏതായാലും വീടിൻ്റെ ഉള്ളിലേക്കൊന്നും ഇറങ്ങാതിരുന്നാൽ മതിയായിരുന്നു. ഇപ്പം മൂലോടും ഇരുന്നിട്ട് അവിടെ ഒരു പഴുത്തൊരു പേരക്ക അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതായിട്ട് ഇപ്പോൾ അങ്ങോട്ട് പോയതാണ്. ആദ്യം ഒരു പച്ചപ്പേരക്ക പകുതി തിന്നാണ്ട് പകുതി താഴത്ത് കിട്ടുക. ഇപ്പോൾ ഒരു പൂത്തത് കിട്ടിയപ്പോൾ അതായിട്ട് ഇങ്ങോട്ട് മൂലോടുമൊക്കെ വന്നിരിക്കുകയാണ്. നല്ല തണൽ നോക്കിയിട്ടാണ് മൂപ്പര് പോയിരിക്കണത്. ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കണമുണ്ട് എന്താവും കാട്ടണ വെച്ചിട്ട്. കാക്കകൾ ഈ പരിസരത്ത് നല്ല വട്ടത്ത് പറക്കുന്നുണ്ട്. കാക്കകൾ എന്തിനാണ് ഇവരങ്ങനെ മാർക്ക് ചെയ്യണമെന്നാവും. ഇപ്പോൾ കാക്കകളും പോയി ഏകദേശം. ആദ്യം കാക്കകൾ നമ്മളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് കുറേ ഒച്ചപ്പാടുണ്ടാക്കി. ഇപ്പോൾ മറ്റുള്ള കിളികളെ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. വേറെ ഏതൊക്കെയോ കിളികൾ ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട്.